ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോകാം. അവിടെ AK അഭിലാഷ് ഉണ്ട്. നമുക്ക് അറിയാവുന്നതാണ് പ്രേക്ഷകർ. ഇപ്പോൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, കോഴിക്കോട് എന്ത് ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൂടി കഴിച്ചിട്ട് വരിക എന്നത് നമ്മുടെ ഒരു പ്ലാനിലുണ്ടാകും. അവിടെയാണ് ഈ ഹോട്ടൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ റഹ്മത്തിൽ ബിരിയാണി കഴിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും നമ്മൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഷെഡ്യൂൾ തന്നെ ക്രമപ്പെടുത്തുക. അങ്ങനെയൊക്കെ വിചാരിക്കുന്നിടത്താണ് എല്ലാം ഇങ്ങനെ തകിടം മറിയുന്നത്. AK അഭിലാഷ് നമ്മളോടൊപ്പമുണ്ട്. അഭിലാഷ്, എന്താണ് കോഴിക്കോട്ടെ ഒരു സ്ഥിതി? എത്ര ഹോട്ടലുകൾ ഈ പ്രതിസന്ധി മൂലം പൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം അഭിമുഖീകരിക്കുന്നുണ്ട്? മാധു, ഇന്ന് വരെ കണ്ട പ്രതിസന്ധിയല്ല നാളെ കോഴിക്കോടും അതോടൊപ്പം തന്നെ മലബാർ മേഖലയിലൊന്നും കാണാൻ പോകുന്നത്. കാരണം ഇന്ന് വരെ ഇവിടെ നോമ്പും പെരുന്നാളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭൂരിഭാഗം ഹോട്ടലുകളും ഇതുവരെ അടച്ചിട്ടായിരുന്നു. പക്ഷേ നാളെ മുതൽ ഇതൊക്കെ തുറക്കും. അപ്പോൾ പാചകവാതകത്തിൻ്റെ ദൗർബല്യം എത്രത്തോളം രൂക്ഷമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന് സമീപത്തെ കോഫി ഹൗസിലാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്. ദിവസം ഏതാണ്ട് 4 സിലിണ്ടറുകൾ വരെ വേണ്ടി വരുന്ന സ്ഥാപനം കൂടിയാണിത്. ഇവിടെ സാധാരണഗതിയിൽ മസാല ദോശ അടക്കമുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഗ്യാസ് ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ അടുക്കളയിൽ നോക്കിയാൽ കാണാം, പല ഗ്യാസ് അടുപ്പുകളും അണഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുറത്ത് അടുപ്പ് കൂട്ടിയാണ് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 സിലിണ്ടറുകൾ ലഭിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത് വെച്ച് മാത്രം ഈ മസാല ദോശയും ചായയും മാത്രം നിർമ്മിച്ചുകൊണ്ട് ഉള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നത്. കാരണം ഹോട്ടൽ അടച്ചിടാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ വിഭവങ്ങളൊക്കെ ചുരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ മാനേജർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പം വളരെ പ്രയാസമാണ്. കാരണം ഗ്യാസ് ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏകദേശം കാൽഭാഗമാക്കി ചുരുക്കിയിട്ടുണ്ട്. കാൽഭാഗമല്ല, അതിലുമാക്കി ചുരുക്കി. കാരണം ദോശ അതുപോലുള്ള ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. പുറത്ത് നമ്മൾ വിറകടുപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം ഇപ്പോൾ കൊടുക്കുന്നത്. ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ലേ ദോശയ്ക്കൊക്കെ വരുമ്പോൾ? ആളുകൾ ഇങ്ങനെ ചോദിക്കും, എന്നെ ഐറ്റംസ് എന്താ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കും. പിന്നെ ആളുകൾക്ക് അറിയാം, കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് അറിയുന്നത് കൊണ്ട് ആളുകൾ അതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. പക്ഷെ നാളെ എന്താവും എന്നുള്ളതാണ് നമ്മളെ അവസ്ഥ. കാരണം പുറത്ത് പെരുന്നാൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ കൂടുതൽ ഹോട്ടലുകൾ തുറക്കാൻ പോവുകയാണ്. അതെ, അതാണ്. ഇപ്പോൾ കൂടുതൽ ഹോട്ടലുകൾ തുറക്കും. അടച്ചിട്ട ഹോട്ടലുകൾ മുഴുവൻ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രയാസത്തിലേക്ക് വരും. അപ്പോൾ അവർക്കൊന്നും ഗ്യാസ് കിട്ടാനുള്ള സാധ്യതയേ ഇല്ല എന്നാണ് പറയുന്നത് പുറത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പോൾ വളരെ പ്രയാസമാണ്. ഞങ്ങൾ അടുപ്പ് കൂട്ടുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞങ്ങളെ ഈ സാമ്പത്തിക നിലയെ കൂടി വേറെ ബാധിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ വില, ഉള്ള ഗ്യാസിൻ്റെ വിലയാണെങ്കിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാം കൂടി നമുക്ക് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഫി ഹൗസിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതേപോലെ കോർപ്പറേഷൻ ക്യാൻറ്റീനും പിന്നെ ക്യാൻറ്റീനായിട്ട് പ്രവർത്തിക്കുന്നതാണ്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ വളരെയേറെ ആശ്രയിക്കുന്ന, രോഗികൾ വളരെയേറെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ 3 മേഖലകളിലേക്ക് പോയി. നമ്മളുടെ 3 റിപ്പോർട്ടർമാർ അവിടെയുള്ള ഹോട്ടൽ ഉടമകളുമായിട്ടും തൊഴിലാളികളുമൊക്കെ ആയിട്ട് സംസാരിച്ചു. അവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം ഇനി ഇത് എപ്പോഴത്തേക്കൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല, എങ്ങനെയാണ് ഹോട്ടലൊക്കെ അടച്ചിടുക? അവിടെയുള്ള ജീവനക്കാരുണ്ട്, എല്ലാ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ അവിടെ ഇത് അടച്ചിടാനും കഴിയില്ല, തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളോട് ചിലരൊക്കെ കമന്റ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് പഴങ്കഞ്ഞി മുളകൊക്കെ കഴിച്ചു പോയാൽ മതി. അങ്ങനെയൊന്നും പോരല്ലോ, അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ലല്ലോ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകട്ടെ എന്നുള്ളത് മാത്രമാണ്.